നമസ്കാരം. തിരുവനന്തപുരത്ത് മോദി നടത്തിയത് മിന്നൽ പ്രഖ്യാപനങ്ങളാണ്. തലസ്ഥാനത്തിന്റെ മുഖം തന്നെ മാറ്റി എഴുതുന്ന മിന്നൽ പ്രഖ്യാപനങ്ങൾ. തലസ്ഥാന നഗരിയിൽ തെരുവ് കച്ചവടക്കാർക്ക് ജീവിത വൃത്തിക്ക് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പുതിയ സാമ്പത്തിക വാണിജ്യ വിപ്ലവമായി കഴിഞ്ഞുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. ഈ രംഗത്തെ പുതിയ ചുവടുവയ്പായ പ്രധാനമന്ത്രി സ്വാനിധി ക്രെഡിറ്റ് കാർഡ് ലഭ്യത കേരളത്തിലും വ്യാപകമാകുന്നുവെന്ന് മോദി കൂട്ടിച്ചേർത്തു. വിവിധ പദ്ധതികളും റെയിൽ സംവിധാനങ്ങളും സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ 10,000 പേർക്ക്, തിരുവനന്തപുരത്ത് 6,000 പേർക്ക് സ്വാനിധി ക്രെഡിറ്റ് കാർഡ് സംവിധാനം നൽകുന്നു. ഗുരുവായൂർ തൃശൂർ റൂട്ടിൽ പുതിയ ട്രെയിൻ തുടങ്ങിയവ കേരളത്തിലെ ഗതാഗത സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തും. തീർത്ഥാടകർക്കും ടൂറിസ്റ്റുകൾക്കും സൗകര്യം ലഭ്യമാക്കുമെന്നും അമൃത് ഭാരത് ട്രെയിനുകൾ പുതിയ വഴി തെളിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളം എപ്പോഴും പുരോഗതിയുടെയും നവീനതയുടെയും പ്രതീകമായിട്ടുള്ള നമ്മുടെ സംസ്ഥാനമാണ്. എന്നാൽ ഇക്കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം, ഭരണ പരാജയങ്ങൾ, വികസന മുൻഗണന ഇല്ലായ്മ എന്നിവ കാരണം കേരളം പല മേഖലകളിലും പിന്നോട്ട് പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനപരമായ നേതൃത്വത്തിലൂടെ കേരളം നവോത്ഥാന പാതയിൽ നിൽക്കുകയാണ്. PM സ്വാനിധി പദ്ധതി, അമൃത് ഭാരത് ട്രെയിനുകൾ, പുതിയ റോഡ് ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾ തുടങ്ങിയ മുന്നേറ്റ പദ്ധതികൾ കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വലിയ മുന്നേറ്റങ്ങളാണ് സമ്മാനിക്കുന്നത്. 10,000 തൊഴിലാളികൾക്ക് കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് 6,000 ആളുകൾക്ക് PM സ്വാനിധി ക്രെഡിറ്റ് കാർഡ് സൗകര്യം ലഭ്യമാക്കുന്നുവെന്ന വാർത്തയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട്. ഇത് ചെറിയ വ്യാപാരികളെ സാമ്പത്തിക ശൃംഖലയിൽ സജീവമായി പങ്കെടുപ്പിക്കുന്നതിൽ വലിയ നേട്ടമാണ്. മുൻകാല സർക്കാർ നയിച്ച അനിഷ്ട കാര്യങ്ങളിലേക്കും അപര്യാപ്ത സാമ്പത്തിക സഹായ സംവിധാനങ്ങളിലേക്കുമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുകയാണ് മോദി സർക്കാർ. ഈ പുതിയ വായ്പാ സംവിധാനങ്ങൾ വ്യാപാര വാണിജ്യ മേഖലകളിലെ പുത്തൻ വിപ്ലവമാകാൻ സാധ്യതയുള്ളതാണ്. ഗുരുവായൂർ തൃശൂർ പുതിയ ട്രെയിൻ സർവീസ് കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും. തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും ഈ സംവിധാനത്തിൽ കൂടുതൽ പ്രയോജനപ്പെടും. സംസ്ഥാനത്തെ അമൃത് ഭാരത് ട്രെയിനുകൾ പുതിയ റൂട്ടുകൾ തുറക്കുന്നു. ഇത് കേരളത്തിന്റെ വിനോദ തീർത്ഥാടന മേഖലകളെ കൂടുതൽ സമ്പന്നമാക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. മോദി സർക്കാരിന്റെ ഇതുപോലുള്ള പുതിയ പദ്ധതികൾ കേരളത്തെ സമഗ്രമായി മുന്നോട്ട് നയിക്കുന്നതിന് സഹായകരമാണ്. കേരളം ഇപ്പോൾ വിപുലമായ സാമ്പത്തിക പുരോഗതിയുടെയും പൊതുഗതാഗത വികസനത്തിന്റെയും പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. PM സ്വാനിധി പദ്ധതിയുടെ വ്യാപനവും അനവധി പുതിയ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് വിതരണവും സംസ്ഥാനത്തെ ചെറു ഉദ്യോഗസ്ഥരെയും വ്യാപാരികളെയും ഉൾപ്പെടുത്തി സമഗ്ര സാമ്പത്തിക മുന്നേറ്റത്തിനും വഴിവെച്ചിരിക്കുകയാണ്. ഇനി വ്യാപാരികൾക്ക് നേരിട്ട് ബാങ്ക് സഹായവും വായ്പയും ലഭ്യമാക്കുന്നതിലൂടെ കേരളത്തിലെ സാമ്പത്തിക ചക്രം ശക്തിപ്പെടും. തിരുവനന്തപുരം സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായി ഈ പുരോഗതിയുടെ മുഖ്യ കേന്ദ്രമായി മാറുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ വികസന പദ്ധതികൾ നടപ്പാക്കുന്നത് തിരുവനന്തപുരം നഗരത്തെ സാങ്കേതികവും സാമ്പത്തികവും ആധുനികവുമായ നഗരമാക്കി മാറ്റാൻ സഹായിക്കും. സ്മാർട്ട് സിറ്റികളുടെയും ബഹുജന ഗതാഗത സംവിധാനങ്ങളുടെയും പുത്തൻ പദ്ധതികൾ തിരുവനന്തപുരത്തെ നഗരരൂപം മാറ്റാൻ കഴിയും. BJP നേതൃത്വം കേരളത്തിൽ ശക്തമായി ഉയരുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ പാർട്ടി മുന്നേറ്റം നിരന്തരം ശക്തമായി നടക്കുന്നതിനാൽ കേരളം രാഷ്ട്രീയമായി ശാസ്ത്രീയവും വികസന മനോഭാവമുള്ള സംസ്ഥാനമായി മാറാനാണ് സാധ്യത. മോദി സർക്കാരിന്റെ ദേശീയ വികസന പദ്ധതികളും സംസ്ഥാന പരിഗണനകളും സംയോജിപ്പിച്ച് കേരളം സമഗ്ര പുരോഗതിയുടെ പാതയിൽ ഉറച്ച നിലയിലാകും. കേരളത്തിന്റെ വിദ്യാഭ്യാസ, ആരോഗ്യ, ഗതാഗത, വ്യവസായം, വാണിജ്യം, സഞ്ചാര മേഖലകളെല്ലാം പുതിയ നിലയിലേക്ക് ഉയരുന്നു. അമൃത്, PM സ്വാനിധി, സ്മാർട്ട് സിറ്റി, അമൃത് ഭാരത് ട്രെയിൻ തുടങ്ങിയ പദ്ധതികൾ പ്രവർത്തനക്ഷമമാക്കിയത് കേരളത്തെ പുതിയ സാമ്പത്തിക ശക്തിയിലേക്ക് നയിക്കും. തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രബല പദ്ധതികൾ സ്വകാര്യ മേഖലയും പൊതുമേഖലയുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരും, തൊഴിലവസരങ്ങൾ വർദ്ധിക്കും, സമഗ്ര സാമ്പത്തിക പുരോഗതി ഉറപ്പുവരും. പിന്തുണയുള്ള സർക്കാർ, നേതൃത്വമുള്ള പാർട്ടി, കേരളത്തിലെ ജനങ്ങളുടെ സഹകരണം, ഇവ മൂലം കേരളം പുതിയ ദിശയിൽ ഉറപ്പുള്ള വികസന പാതയിലേക്ക് കടക്കുകയാണ് എന്ന് വേണം പറയാൻ. ഇന്ന് കേരളം മോദി സർക്കാരിന്റെ ദർശനപരമായ രാഷ്ട്രീയ കാര്യത്തിലൂടെ രാജ്യത്തിന്റെ മാതൃകാപരമായ സംസ്ഥാനമായി മാറാൻ സാധ്യത പ്രകടിപ്പിക്കുകയാണ്. പുത്തൻ ട്രെയിൻ സർവീസുകളും ബാങ്കിംഗ് വായ്പാ സംവിധാനങ്ങളും വികസന പദ്ധതികളും ജനങ്ങളെ നേരിട്ടും ദീർഘകാല ഫലമായും സഹായിക്കുന്നു. BJP നേതൃത്വത്തിലുള്ള വികസനം കേരളത്തിന്റെ സമഗ്ര പുരോഗതിക്ക് ഉറപ്പുള്ള വഴികാട്ടിയായി മാറും. ഇനി കേരളവും തിരുവനന്തപുരവും സംയുക്തമായി സമഗ്ര സാമ്പത്തിക, സാംസ്കാരിക, സാമൂഹിക മുന്നേറ്റത്തിലേക്ക് പടികയറുകയാണ്. PM സ്വാനിധി, അമൃത് ഭാരത് ട്രെയിനുകൾ, ഗതാഗത സംവിധാനങ്ങൾ, ബിസിനസ് വായ്പകൾ, ബോധവൽക്കരണ പരിപാടികൾ എല്ലാം കേരളത്തെ സമഗ്ര നവോത്ഥാനത്തിലേക്ക് നയിക്കുന്നു. മോദി സർക്കാരിന്റെയും BJP നേതൃത്വത്തിന്റെയും കീഴിൽ കേരളം വികസനത്തിന്റെ നവീന മാപിനിയിലേക്ക് മാറുകയാണ്. കേരളം പുരോഗമിക്കും, തിരുവനന്തപുരം മുന്നേറും, BJP നിർണായകമായി മുന്നേറും. ഇത് ഇനി യാഥാർത്ഥ്യമാണ്. രാജ്യത്തിന്റെ അഭിമാനമായ കേരളം മോദിയുടെ നേതൃത്വത്തിൽ സമഗ്ര സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക വളർച്ചയുടെ പാതയിൽ ഉറച്ച നിലയിൽ ഉയരുക തന്നെയാണ്.